പേരിശ്ശേരി അടിപ്പാതയിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. ഇടുക്കി മൂന്നാർ മേഖലയിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം തുടർക്കഥയാകുന്നു. മൂന്നാർ ഫ്ലവർ ഗാർഡൻ സമീപമുള്ള വഴിയോര വിൽപ്പനശാലകളിലാണ് മോഷണം നടന്നത്. പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. இந்த பைசா கூட மொத்தத்தில் எடுத்து உழைச்சி எடுத்துக்கிட்டாங்க. இது பாவப்பட்டவங்களுக்கு கொடுக்குற காசு இதை கூட எடுத்துக்கிட்டாங்க. இன்னும் மனசாட்சிக்காரவுடைய என்ன ஒரு வாழ்க்கை இவங்க வாழ்க்கையில. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലെ ഫ്ലവർ ഗാർഡന് സമീപമുള്ള 2 വഴിയോര വിൽപ്പനശാലകളിലാണ് മോഷണം നടന്നത്. സൗന്ദര്യ പ്രിയ എന്നിവരുടെ കടകളിലാണ് മോഷ്ടാക്കൾ കയറിയത്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ മാത്രം ഇവിടെ 3 തവണ മോഷണം നടന്നതായി വ്യാപാരികൾ പറയുന്നു. 50,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന വിവിധ വസ്തുക്കൾ ഇരു കടകളിൽ നിന്നുമായി മോഷ്ടാക്കൾ കവർന്നു. 2 നാളും நம்ம பல்சைக்கு வாங்கிட்டு போய் தான் சாணம் வாங்கி வச்சிருந்தது. இன்னைக்கு மொத்த சாணம் உள்ள இருந்து 50,000 சாணம் உபயோகிச்சு இன்னைக்கு வச்சிருந்த சாணம் மொத்தம் எழுதிட்டாங்க. நாங்களும் போலீஸில் பல வருஷம் கம்ப்ளைண்ட் பண்ணி மறுத்து போயிட்டோம். இதுக்கு நல்ல ஒரு நடவடிக்கை എടുത്ത് சொல்லணும் ഗവൺമെന്റ്. ഇതിനു മുമ്പും നിരവധി തവണ ഇവിടെ മോഷണം നടന്നിട്ടുള്ളതായി ഇവർ പറയുന്നു. ഒത്തിരി കഷ്ടപ്പാട് പെട്ടും ബ്ലേഡ് മേടിച്ചും സ്വർണം പണയം വെച്ചും ഇങ്ങനെ വെച്ചാണ് ഈ കടകൾ നടത്തി പോകുന്നത്. ജീവിതമാർഗം കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ഈ സീസൺ സമയത്തിൽ എവിടെ നിന്നെങ്കിലും ഇരുന്ന് കടം മേടിച്ച് ഈ കടയിൽ സാധനം മേടിച്ചു കൊണ്ടെന്ന് വെച്ചാൽ അത് ഈ കള്ളന്മാർ കട്ടുകൊണ്ട് പോകുന്നത് സ്ഥിരം പരിപാടിയാണ്. പലപ്പോഴായി വലിയ തുകയുടെ സാധന സാമഗ്രികൾ ഇവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട്. തുടർച്ചയായി മോഷണം നടന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന പരാതി വ്യാപാരികൾക്കുണ്ട്. ഞങ്ങൾ പോലീസിന് കുറച്ച് ദിവസമായിട്ട് ഈ 8 മാസത്തിനുള്ളിൽ തന്നെ 5 പ്രാവശ്യം ഈ കടകൾ മോഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ മൂന്നാർ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്, ദേവികുളം സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പരാതിക്ക് യാതൊരു നടപടിയും ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തിരുന്ന് വന്നിട്ടില്ല. ഒരു അന്വേഷണം പോലും ഇവിടെ വരെ പോലീസ് വന്ന് നടത്തിയിട്ടില്ല. പോലീസ് ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ഒരു പരിശോധന നടത്തി ഈ കള്ളന്മാരെ പിടിക്കാനുള്ള ഏർപ്പാട് പോലീസിന്റെ ഭാഗത്തിരുന്ന് ഉണ്ടാകണം. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ പോലീസ് ഇടപെടൽ നടത്തുന്നില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കൊല്ലം ഏരൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. തിരുവനന്തപുരം പന്തപ്ലാവ് സ്വദേശി അഭിനവാണ് പിടിയിലായത്.